സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ പരിഹാരം ചെയ്തു. നമ്മളെല്ലാവരും കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ഒരു നല്ല നോമ്പ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശോ നിങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചോ? പാപങ്ങൾ ക്ഷമിച്ചാൽ നമുക്കൊരു ഭാരമില്ലായ്മ അനുഭവപ്പെടും. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊരു ഭാരമില്ലായ്മ അനുഭവപ്പെടും. ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുവെങ്കിൽ. പലവിധ പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലുണ്ടാവും. പക്ഷേ ഇവയുടെ മേലൊന്നും നമുക്കൊരു പ്രശ്നങ്ങളില്ലാതെ നമുക്കത് സാധാരണ രീതിയിൽ കാണാനായിട്ട് തുടങ്ങും. വേദന നമ്മെ കൂടുതലായിട്ട് വലിച്ചു മുറുക്കില്ല. ഞാനീ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായോ? നിനക്കാരോടെങ്കിലും നീ ക്ഷമിക്കാനുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കൊള്ളുക. ആരോടെങ്കിലും ഒരു കുഞ്ഞു പാപം എങ്കിലും, എനിക്കൊരാളെ കാണാൻ പറ്റുന്നില്ല, എനിക്കൊരാളോട് വെറുപ്പാണ്, എനിക്കൊരാളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അത് അവൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കുമെന്നേ, അല്ലെ അവളുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെന്ന് രമ്യപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്നോർക്കുക. എന്നാൽ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ അറിയവും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലാൻ പറ്റുമോ? അവരുമായിട്ട് സംസാരിക്കേണ്ട, അവരുടെ ഇരിക്ക് പോയി മാപ്പ് ചോദിക്കേണ്ട, ഒന്നും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവെ, ഒരു നന്മ നിറഞ്ഞ അറിമേ, ഒരു ത്രിത്വസ്തുതി അവരറിയാതെ ഈശോ മാത്രം അറിഞ്ഞുകൊണ്ട്, ഈശോയെ എന്നെ ഉപദ്രവിച്ച എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്തതെന്തെന്ന് അവർക്കറിയത്തില്ല ഈശോയെ, അവരോട് ക്ഷമിക്കണേ എന്നൊന്ന് പറയാനായിട്ട് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈശോ നിൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളൊരു കൃപാജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാണുന്നു നിൻ തിരുരൂപം